ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്രീ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 9 ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെല്ലാം തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിച്ചു കഴിഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പന്നതയിലേക്കുള്ള പവർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരായാൽ മതി, കൂടുതൽ അവസരങ്ങൾ നമ്മിൽ വന്നു ചേരും. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഈ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസ് പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയും. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പടിപടിയായി ഉയരാൻ സാധിക്കും. പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറയാനുള്ള കാരണം, ഞാൻ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ പ്രാക്ടീസ് ചെയ്യണം. ഈ 28 ദിവസം മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് നിർത്തിക്കളയരുത്. തുടർന്നും പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മളെ സമ്പന്നതയിലേക്ക് എത്തിക്കും. ഈ 28 ദിവസത്തെ പ്രാക്ടീസ് കഴിയുമ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൽ ഞാൻ വീണ്ടും ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും മെഡിറ്റേഷനും ചെയ്യാം. ഇന്നത്തെ പ്രാക്ടീസ് മാജിക്കൽ മണി എന്നാണ്. ഡേ 5 നമ്മൾ മണിക്ക് നന്ദി പറഞ്ഞു. മണിയെ ആകർഷിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പണം ഉപയോഗിക്കാത്ത ആരും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. നമ്മൾ പണം കൊടുക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, കറണ്ട് ബില്ലടയ്ക്കുമ്പോൾ, മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ, ഡ്രസ്സുകൾ വാങ്ങിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ സന്തോഷത്തോടെയാണോ പണം കൊടുക്കാറുള്ളത്? അതോ ചെറിയൊരു മനസ്താപത്തോടെയാണോ ചെയ്യാറുള്ളത്? എന്നാൽ ഇനി മുതൽ വളരെ സന്തോഷത്തോടെ കൊടുക്കുക. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുക, എൻ്റെ പ്രിയപ്പെട്ട മണി, പോയി ഇരട്ടിയായി തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നമുക്ക് ഒരുപാട് ബില്ലുകൾ അടയ്ക്കാനുണ്ടാകും. വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, കുട്ടികളുണ്ടെങ്കിൽ സ്കൂൾ ഫീസ്, സ്കൂൾ ബസ് ഫീസ്, അങ്ങനെ ഒരുപാട് ബില്ലുകൾ അടയ്ക്കാനുണ്ടാകും. അപ്പോൾ ഈ ബില്ലുകളൊക്കെ അടയ്ക്കുമ്പോൾ നമ്മൾ വിഷമിച്ചുകൊണ്ടാണ് നമ്മൾ അടയ്ക്കാറുള്ളത്. എന്നാൽ ഇനി മുതൽ അങ്ങനെ വേണ്ട. വളരെ സന്തോഷത്തോടെ ഇതിൽ നിന്ന് കിട്ടുന്ന സർവീസ് ഓർത്തുകൊണ്ട് നമ്മൾ ബില്ലടയ്ക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഇലക്ട്രിസിറ്റി ബില്ല് 1500 രൂപ അടയ്ക്കുന്നതെന്ന് ഇരിക്കട്ടെ. KSEBിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സർവീസിനാണ് നമ്മൾ ബില്ലടയ്ക്കുന്നത് എന്ന് വിചാരിച്ച് കൊടുക്കുക. അത് വളരെ സന്തോഷത്തോടെ കൊടുക്കുക. ഈ കൊടുക്കുന്ന പണം 100 മടങ്ങായി എൻ്റെ അടുക്കൽ വരുമെന്ന് വിശ്വസിച്ച് കൊടുക്കുക. ഇന്ന് ചെയ്യേണ്ട പ്രാക്ടീസ് ഇങ്ങനെയാണ്. നമ്മൾ അടച്ചിട്ടുള്ള ബില്ലുകൾ എടുക്കുക. അത് ഇലക്ട്രിസിറ്റി ബില്ലോ, വാട്ടർ ബില്ലോ, കേബിളിൻ്റെയോ ഇൻ്റർനെറ്റിൻ്റെ ബില്ലോ ഒക്കെ ആവാം. മനസ്സിൽ വിശ്വസിച്ച് പറയുക, ഈ ബില്ല് അടയ്ക്കാൻ കഴിഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞ് എഴുതുക അതിൻ്റെ പുറകുവശത്ത്. ഇനി അടയ്ക്കാനുള്ള ബില്ലെടുത്ത് വെക്കുക. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുക, ഇത് അടയ്ക്കാൻ ഉള്ള പണം എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് പറയാം. അപ്പോൾ ഈ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം. ബായ്.